ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ബാക്കി വന്ന 474 ഗ്രാം സ്വർണം. ആ സ്വർണം വാങ്ങിച്ചതിന് പകരം പണം നൽകിയത് ദേവസ്വം ബോർഡിന്റെ അന്നദാന ട്രസ്റ്റിലേക്കാണ് എന്നാണ് ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ പറയുന്നത്. സ്വർണത്തിന് പകരമായി 15 ലക്ഷത്തിലധികം രൂപ ആകെ നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് 1.25 ലക്ഷം മാത്രമെന്നുമാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് SIT ബെല്ലാരിയിലെത്തി സ്വർണം വീണ്ടെടുത്തത് എന്നും ഗോവർദ്ധൻ പറയുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെയും മറ്റും സ്വർണം ബംഗളൂരുവിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി വേർതിരിച്ചെന്നും അതിനുശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണം കൽപേഷ് മുഖേന ഗോവർദ്ധന് വിറ്റു എന്നുമാണ് SITക്ക് കിട്ടിയ വിവരം. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതോടൊപ്പം തന്നെ റോത്തം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ SIT അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തുന്നത്. അതിൽ ചില പുതിയ വാദങ്ങൾ, പുതിയ വെളിപ്പെടുത്തലുകളാണ് ഗോവർദ്ധൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ 474 ഗ്രാം സ്വർണം താൻ ഏറ്റെടുത്തു, പക്ഷേ അതിന് പകരം പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കല്ല നൽകിയിട്ടുള്ളത്. അതിൽ പണം പ്രധാനമായും നൽകിയത് ദേവസ്വം ബോർഡിന് തന്നെയാണ്. അന്നദാന ട്രസ്റ്റിലേക്ക് താൻ പണം കൈമാറുകയായിരുന്നു. ഏകദേശം 10 ലക്ഷത്തിനടുത്ത് രൂപ 5 DD ആയിട്ട് കൊടുത്തു എന്നതാണ് ഈ ഗോവർദ്ധൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. ഇതോടൊപ്പം ഒരു സ്വർണ്ണഹാരം താൻ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിന് ഏകദേശം 2 ലക്ഷത്തോളം രൂപ വില വരും. അതിന് തെഫ്റ്റ് ഇൻഷുറൻസ് അടക്കം എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യവും ഈ ഗോവർദ്ധൻ വ്യക്തമാക്കുകയാണ്. കൂടാതെ കട്ടിളപ്പാളികളിൽ സ്വർണ്ണമുണ്ട് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. അത് പൂശാൻ 184 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഗോവർദ്ധൻ പറയുന്നു. കൂടാതെ ശ്രീകോവിലിലെ വാതിൽ പണിയുന്നതിന് ഭാഗമായിട്ട് ഏകദേശം 35 ലക്ഷത്തോളം രൂപ താൻ ചെലവഴിച്ചിട്ടുണ്ട്. മാത്രമല്ല 2009 മുതൽ ഏകദേശം 80 ലക്ഷത്തോളം രൂപ ശബരിമലയിൽ വിവിധ വഴിപാടിനത്തിൽ താൻ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യവും ഇതിൽ പങ്കുവയ്ക്കുകയാണ്. അതായത് തനിക്ക് ക്രമക്കേടിലൊന്നും പങ്കില്ലെന്നും മറിച്ച് താൻ ഒരു ഡിവോട്ടിയാണ്, വിശ്വാസിയാണ് ശബരിമലയിലെ, താൻ ഒരുപാട് പണം അവിടേക്ക് ചെലവഴിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഇതിലൂടെ ഈ ഗോവർദ്ധൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ ഈ ഗോവർദ്ധൻ മാതൃഭൂമി ന്യൂസിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും കോൺട്രഡിക്ടറി ആയിട്ട് വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും മുന്നോട്ട് വയ്ക്കുന്നത് എന്നതും കാണാം. ശബരിമലയിലെ സ്വർണം വിശ്വാസത്തിന് വൻ വിലയിട്ട് പുറത്ത് വിറ്റു എന്ന സംശയം SITക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം ഈ പ്രതികൾ മറ്റ് ചില കാര്യങ്ങൾ വേർതിരിച്ചു, ഉരുക്കി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതികൾ മൊഴികളായി വരികയും ചെയ്തിട്ടുള്ളത്. അത് തിരക്കഥയാണോ എന്ന സംശയവും ഇതിൻ്റെ ഭാഗമായി SITക്ക് മുന്നിൽ ഉയരുന്നു. ക്യാമറാമാൻ നിഖിൽ ജോസഫിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.